ഹായ്, നമസ്കാരം. ജിതിനുണ്ടെങ്കിലോ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. കാരണം ഒരുപാട് വർഷക്കാലമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി 2025 നടന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് മെക്കാനിസവും അതോടൊപ്പം തന്നെ ഈ കമ്പനികളുടെയൊക്കെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ് പോർട്ടലിൻ്റെയും ഉദ്ഘാടനം കേരളത്തിൽ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രി ഏറ്റവും മികച്ച രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. തീർച്ചയായും എനിക്കൊക്കെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഗവൺമെൻറ് തന്നെ പരസ്യം എല്ലാ പത്രങ്ങളിലും ഗവൺമെൻറ് തന്നെ പരസ്യം കൊടുത്തിരിക്കുന്നു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ആ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഉദ്ഘാടനത്തിനെ കുറിച്ചൊക്കെ. അപ്പം തീർച്ചയായും ഈ ഒരു ഇൻഡസ്ട്രിയെ ഗവൺമെൻറ് എത്രമാത്രം സീരിയസോട് കൂടിയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ വ്യക്തമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് കാര്യത്തെക്കുറിച്ചൊക്കെ അതിൽ വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബ് പോർട്ടൽ ഓൾറെഡി അന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് റിലീസ് ചെയ്തിരിക്കുന്ന ആ ഒരു വെബ് പോർട്ടലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്, കേരള സർക്കാർ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലേ, മോണിറ്ററിംഗ് മെക്കാനിസം കേരളത്തിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ഒരു വകുപ്പിനെക്കുറിച്ച് ഇതിൽ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അല്ലേ അതിൻ്റെ വിഷൻ ആൻഡ് മിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ ഇതിൽ വരുന്ന ആളുകളുടെ പേരും അവരുടെ പദവികളും ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് ഓരോ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ടീം അംഗങ്ങളെ എന്താ പറയുക നന്ദി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രി ഇത്രമാത്രം മികച്ച രീതിയിലാക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളായിട്ട് പ്രയത്നിച്ച ഒരുപാട് തൊഴിലാളി സംഘടനാ നേതാക്കളുണ്ട്. അവർക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് വരെ നൽകുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്, എസ്പെഷ്യലി ഡോക്ടർ തോമസ് ജോസഫ് സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഇവിടെ ഇതാക്കാൻ വേണ്ടി മുൻകൈയെടുത്ത കേരള സർക്കാരിനും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ള ഒരുപാട് വലിയ വലിയ ലീഡേഴ്സ് അല്ലേ, അവരൊക്കെ അത്രമാത്രം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നു കിട്ടിയിരിക്കുന്നത്. അവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കാണാം എൻറോൾ ചെയ്ത DSCകൾ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഒരുപാട് കമ്പനികളുടെ ലിസ്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷേ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിന് ശേഷമേ എന്ത് ചെയ്യൂ ഫൈനലി ഇതിൽ ലിസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്കിതിൽ ഒരു ലിസ്റ്റും കാണാൻ സാധിക്കില്ല. അപ്പോൾ അവർക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, DSC ലോഗിൻ ഉണ്ട്, അതുപോലെ അഡ്മിൻ ലോഗിൻ ഉണ്ട്. അതുമാത്രമല്ല, ഒരു പബ്ലിക്കിനെ സംബന്ധിച്ച് പബ്ലിക്കിന് ഇവിടെ ഓരോ DSCയുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ദെൻ ഇവിടെ നമുക്കറിയാം നിയമങ്ങളും ചട്ടങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെയും അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെയും അതുപോലെ ഡയറക്ട് സെല്ലിംഗ് റൂൾസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. ഏതൊരു കസ്റ്റമർക്കാണെങ്കിലും ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഡസ്ട്രി വലിയ രീതിയിൽ ഇനി മുന്നോട്ട് പോകണമെന്ന് ഗവൺമെൻറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഇത് ഇനി അങ്ങോട്ട് ഇനി വരുന്ന ആളുകളിൽ
തീർച്ചയായും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ അല്ലേ, ഇന്ത്യയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാവും, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഏത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ആ ഒരു മാർഗരേഖയിൽ പറയുന്ന രീതിയിലുള്ള കമ്പനികൾ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. കാരണം നമുക്കറിയാം ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ വിരുദ്ധമായിട്ട് ഉഡായിപ്പുകൾ ഇനിയും ഒരുപാട് നടന്നേക്കാം. കാരണം നമുക്കറിയാലോ ഇവിടെ പല കാര്യങ്ങളും നിരോധിച്ചതാണ്, പക്ഷേ എന്നിരുന്നാലും ഇവിടെ അത് നടക്കും. കാരണം അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വെറുതെ ഇരുന്നിട്ട് പണം ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ കൂടുതലും ആ രീതിയിലേക്ക് മാറും. പക്ഷേ നമ്മുടെ പുതിയ മാർഗരേഖ പ്രകാരം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, RBI അംഗീകരിച്ചിട്ടില്ലാത്ത ഒരുപാട് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ട്രേഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കമ്പനികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് പോലും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ ഇനി നല്ല ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക. കാരണം ഇനി അങ്ങോട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ ഏറ്റവും മികച്ച സുവർണ്ണ കാലഘട്ടമാണ്. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.